അപ്പോൾ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് വരികയാണ്. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കയ്യിലെടുത്ത് വെച്ചിട്ട് തന്നെ പോയിക്കോളൂ. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടെക്സ്റ്റ് ബുക്കിന് അനുസൃതമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. വിത്ത് വാട്ട് ദ എർത്ത് ഈസ് മെയ്ഡ് ഓഫ്? ദ എർത്ത് ഈസ് മെയ്ഡ് ഓഫ് കളർഫുൾ ബൈ പ്ലാന്റ്സ്, ആനിമൽസ്, കൗണ്ട്ലെസ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐസ്. അതായത് ദ എർത്ത് ഈസ് മെയ്ഡ് കളർഫുൾ, അതായത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂമി വളരെ മനോഹരമാക്കി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തെല്ലാം കൊണ്ടാണ്? ബൈ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങൾ കൊണ്ടും, അനിമൽസ് ജന്തുക്കൾ കൊണ്ടും, കൗണ്ട്ലെസ് എണ്ണമില്ലാത്ത മൈക്രോ ഓർഗാനിസം അതായത് നമുക്ക് കാണുവാൻ സാധിക്കാത്ത ജീവജാലങ്ങൾ കൊണ്ടും, ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐ, അവയെ നമുക്ക് നമ്മളുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഓൾ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ? ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളാണ് നിരീക്ഷിക്കുവാൻ സാധിക്കുന്നത് ജീവജാലങ്ങളിൽ? അതായത് എവിടെ തന്നിരിക്കുന്നത്? ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ജീവജാലങ്ങളിൽ നമുക്ക് നിരീക്ഷിക്കുവാൻ കഴിയുന്നത്. വാട്ട് ഓൾ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്, ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളാണ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ ഓർഗാനിസം, നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുന്നത് ഏതിലാണ്? ഇൻ ദ പിക്ചർ, അതായത് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ജീവജാലങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളാണ് നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്? അവിടെ കാണുന്ന എല്ലാ ചലനങ്ങളും നിങ്ങൾക്ക് എഴുതാം. ക്രൗളിംഗ്, റോളിംഗ്, സ്വിമ്മിങ്, ഫ്ലൈയിങ്, റണ്ണിങ്, വാക്കിംഗ്, സ്ലിറ്റിംഗ്, ഫോസോറിയൽ മോഷൻ, ക്ലൈംബിങ്, അങ്ങനെ നിങ്ങൾ എല്ലാ ചലനങ്ങളും എഴുതിക്കൊള്ളുക. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. ഡു ബോഡി മൂവ്മെൻറ്റ്സ് റിക്വയർ എനർജി? അതായത് ചോദ്യം ഇങ്ങനെയാണ്. ശരീരത്തിൻ്റെ ചലനങ്ങൾക്ക് ഊർജം ആവശ്യമുണ്ടോ? ഡു ബോഡി മൂവ്മെൻറ്റ്സ്, ശരീരത്തിൻ്റെ ചലനത്തിന് റിക്വയർ ആവശ്യമുണ്ടോ എനർജി, ഊർജം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇതാണ്, യെസ് ഉണ്ട്. ബോഡി മൂവ്മെൻറ്റ്സ് റിക്വയർ എനർജി, ബോഡി മൂവ്മെൻറ്റ്സിന് എനർജി അനിവാര്യമാണ്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. വാട്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ അനിമൽസ്? എന്ന് വെച്ചാൽ വാട്ട് ഫോർ, എന്തിനു വേണ്ടിയാണ്, മോസ്റ്റ് ഓഫ് ദ എനർജി, അതായത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ എനർജി, പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി, ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന എനർജി, അതാണ് ചോദിക്കുന്നത്. എന്തിനാണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന എനർജിയുടെ കൂടിയ പങ്കും യൂട്ടിലൈസ്ഡ് ബൈ ദ അനിമൽസ്, ജന്തുക്കൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. മോസ്റ്റ് ഓഫ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ അനിമൽസ് ഫോർ മൂവ്മെൻറ്റ്, അതായത് ചലനത്തിനാണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറിയ പങ്കും ആയിട്ടുള്ള ഊർജത്തെ ജന്തുക്കൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം. അതായത് മോസ്റ്റ് ഓഫ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി, അതായത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൂടിയ പങ്ക് ഊർജവും യൂട്ടിലൈസ്ഡ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ബൈ അനിമൽസ് ഫോർ മൂവ്മെൻറ്റ്, അത് ചലനത്തിന് വേണ്ടിയാണ്, അവയുടെ ചലനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വൈ അനിമൽസ് റിക്വയർ മോർ എനർജി കമ്പയർഡ് ടു പ്ലാന്റ്സ്? എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്ക് കൂടുതൽ എനർജി സസ്യങ്ങളെ അപേക്ഷിച്ച് വേണ്ടത് എന്ന്? വൈ അനിമൽസ്, എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്ക് റിക്വയർ ആവശ്യമായി വരുന്നത് മോർ എനർജി, കൂടുതൽ എനർജി, കമ്പയർഡ് ടു പ്ലാന്റ്സ്, സസ്യങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇങ്ങനെയാണ്. മോസ്റ്റ് ഓഫ് ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ അനിമൽസ്, അതായത് അനിമൽസിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ ഏറിയ പങ്കും അവ ഉപയോഗിക്കുന്നത് മൂവ്മെൻറ്റ്, അതർ പാർട്സ് ഓഫ് ദ മൂവ്മെൻറ്റിനാണ്, അതായത് ചലനത്തിനാണ്. അതായത് മോസ്റ്റ് ഓഫ് ദ എനർജി, ഏറിയ പങ്കായിട്ടുള്ള ഊർജവും പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി, അതായത് ഉൽപ്പാദിക്കപ്പെട്ടത് എവിടെ? ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബോഡി, ഈസ് യൂട്ടിലൈസ്ഡ് ഉപയോഗിച്ചിരിക്കുന്നത്
ബൈ അനിമൽസ്. അനിമൽസ് ഉപയോഗിക്കുന്നത് മൂവ്മെൻറ്റിനാണ്, അതായത് ചലനത്തിനാണ്. അതർ പാർട്സ് ഓഫ് ദ എനർജി ഈസ് യൂസ്ഡ് ഫോർ ലൈഫ് പ്രോസസ്. ബാക്കിയുള്ള ഊർജഭാഗം ഉപയോഗിക്കുന്നത് ജീവൽ പ്രക്രിയയ്ക്കാണ്. അതർ പാർട്സ് മറ്റേ ഭാഗം, അതായത് ബാക്കിയുള്ള എനർജി യൂസ്ഡ് ഉപയോഗിക്കുന്നത് ജീവൽ പ്രക്രിയയ്ക്കാണ്. പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് ബോഡി മൂവ്മെൻറ്റ്സ് ലൈക്ക് അനിമൽസ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് പ്ലാന്റുകൾ അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് മറ്റ് ജീവജാലങ്ങളെ പോലെ ശരീരത്തിന് ചലനം ഇല്ല. പിന്നെ therefore animals require more energy compared to plants. അതുകൊണ്ട് അനിമൽസിന്, മൃഗങ്ങൾക്ക് കൂടുതൽ ഊർജം ആവശ്യമാണ് സസ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഒബ്സർവ് ഇല്ലുസ്ട്രേഷൻ 4.1 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചിത്രീകരണം 4.1 ഒബ്സർവ് എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. എന്നിട്ട് എന്താണ് പറഞ്ഞത്? നോട്ട് ഡൗൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ഈച്ച് ഓർഗാനിസം. അതിനുശേഷം കുറിച്ച് വയ്ക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിനെ രേഖപ്പെടുത്തുക. എന്താണ്? ദ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെൻറ്റ്സ്, അതായത് ചലനത്തിൻ്റെ പ്രാധാന്യം എവിടെയാണ്? ഇൻ ഈച്ച് ഓഫ് ദ ഓർഗാനിസം, ഓരോ ജീവജാലത്തിലും. അതായത് ചിത്രീകരണം ഇല്ലുസ്ട്രേഷൻ 4.1 നിരീക്ഷിച്ച് ചലനത്തിൻ്റെ പ്രാധാന്യം ഓരോ ജീവജാലത്തിലേതും കുറിച്ച് വയ്ക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫുഡ് അക്യൂസേഷൻ ഇൻ അമീബ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അമീബ ഭക്ഷണത്തെ ആർജിക്കുന്നത് അല്ലെങ്കിൽ ഇര തേടി പിടിക്കുന്ന ഭാഗത്തെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അമീബയുടെ ആഹാര സമ്പാദനത്തെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഹ്യൂമൻ ബ്രീത്തിങ് സിസ്റ്റം, അതായത് മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിലുണ്ടാകുന്ന ചലനങ്ങളെ കാണിച്ചു തന്നിരിക്കുകയാണ്. മൂന്നാമതായിട്ട് വൃക്ഷത്തിൻ്റെ വളർച്ചയെ ആണ് കാണിച്ചു തന്നിരിക്കുന്നത്, അതായത് പ്ലാന്റിൻ്റെ വളർച്ച എങ്ങോട്ട്? ടുവേഡ്സ് ലൈറ്റ്. ഇതിൻ്റെ വളർച്ച എങ്ങോട്ടാണ്? ലൈറ്റിലേക്ക് അല്ലെങ്കിൽ പ്രകാശത്തിലേക്ക് ആ പ്ലാന്റ് അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി നാലാമതായിട്ട് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? മൂവ്മെൻറ്റ് ഫോർ ടൈഗർ ഫോർ അക്വയറിങ് ഫുഡ്. അതെന്താണ്? ഒരു കടുവ ഇര സമ്പാദനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ചലനമാണ്. അപ്പോൾ മനസ്സിലായല്ലോ, കടുവയുടെ ഇര സമ്പാദനത്തിനുള്ള ചലനം. അതുപോലെ മൂന്നാമതായിട്ട് പ്ലാന്റ് ഗ്രോത്ത് ടുവേഡ്സ് ലൈറ്റ്, അതായത് ചെടി പ്രകാശത്തിൻ്റെ അടുത്തേക്കുള്ള വളർച്ച. പിന്നെയുള്ളത് എന്താണ്? പിന്നെ കാണുന്നത് മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നടക്കുന്നത്, ഭക്ഷണ സമ്പാദനം അമീബയിൽ. ഇവയെല്ലാമാണ് നമ്മൾ കാണുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് അതർ കൈൻഡ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറിയാവുന്ന കുറച്ച് ചലനങ്ങളെ ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രമമായിട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി മോളി പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ക്രൗളിംഗ്, റോളിംഗ്, സ്വിമ്മിങ്, ഫ്ലൈയിങ്, റണ്ണിങ്, വാക്കിംഗ്, സ്ലിത്തറിങ്, ക്ലൈംബിങ്, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ ഫെമിലിയർ വിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ചലനങ്ങളാണ്. അതിനെ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ്. വൈ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഹാവ് അഡാപ്റ്റഡ് വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്. എന്തുകൊണ്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ചലനവുമായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത ചലന രീതികളുമായിട്ട് അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ചലന രീതികളിൽ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, നമുക്കറിയാം ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഹാവ് അഡാപ്റ്റഡ് വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ടു മീറ്റ് ദെയർ
ഡൈവേഴ്സ് നീഡ്സ്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്നതിൻ്റെ കാരണം അവയുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുടെ നിർവൃതീകരണത്തിനാണ്. ഡിഫറെൻ്റ് ഓർഗാനിസംസ്, വ്യത്യസ്തമായ ഓർഗാനിസംസ് ഹാവ് അഡാപ്റ്റഡ്, അവ ചേർന്നിരിക്കുന്നു. വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്, വ്യത്യസ്തമായ ചലനങ്ങളോട്, ടു മീറ്റ് അവയുടെ ദെയർ ഡൈവേഴ്സ് നീഡ്സ്, അവയുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം.